കൊണ്ടുവന്ന വാർത്തയെടുത്ത് സ്മൃതി സ്വയം കുടുങ്ങിയ പാടില്ലായിരുന്നു. അങ്ങനല്ല, ഈ ഓർഡർ ഈ സതീഷിനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയ കോൺഗ്രസ് നേതാവായ VM സുധീറിന് പോലും ദഹിക്കാത്ത കാര്യങ്ങൾ കുത്തി നിറച്ചാണ് സതീഷൻ തന്റെ കന്നി ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചത്. നോക്കണേ, സ്വകാര്യവൽക്കരണ നയത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നത് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയമാണ്. എന്നിട്ടും സതീഷിന്റെ സ്വകാര്യവൽക്കരണം VM സുധീറിന് പോലും ദഹിക്കുന്നില്ലെങ്കിൽ എന്തായിരിക്കും അതിന്റെ പിന്നിൽ സതീഷിന് ലക്ഷ്യമിട്ട അഴിമതി? സ്വന്തം പാർട്ടി നേതാക്കൾക്ക് പോലും ബോധ്യപ്പെട്ട സതീഷിന്റെ ഈ കാപട്യം പക്ഷേ സതീഷിന്റെ ആജീവനാന്ത സംരക്ഷണം ഏറ്റെടുത്ത മട്ടിൽ ചാനൽ ചർച്ചകളിൽ പലപ്പോഴും മണിച്ചിത്രത്താഴിലെ നാഗവല്ലിയെ തോൽപ്പിക്കുന്ന അവസ്ഥയിലേക്ക് മാറാറുള്ള സ്മൃതി പരുത്തിക്കാടിന് ബോധ്യപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം നടന്ന ചാനൽ ചർച്ചയിൽ സതീഷിനെ സംരക്ഷിക്കാൻ മലയാള മനോരമയിലെ ഒരു വാർത്തയും പൊക്കി പിടിച്ചിറങ്ങിയ ഇവര് സതീഷിനെ വൻ കുരുക്കിലാണ് കൊണ്ടെത്തിച്ചത്. ഒരു ഘട്ടത്തിൽ കൺട്രോൾ നഷ്ടപ്പെട്ട സ്മൃതി ഇറങ്ങി ഓടാൻ ഒരുങ്ങുന്ന അവസ്ഥ വരെ ഉണ്ടായി. ആ ചർച്ചയുടെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. പഴത്തിൽ നിന്നും മദ്യം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്, തീർച്ചയായിട്ടും ബജറ്റിലും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ലൈസൻസ് അപേക്ഷ ഇതുവരെ പോയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ചിലർ നിർമ്മാണം തുടങ്ങി, കാർഷിക സർവകലാശാലയുടെ ഒരു മദ്യം എന്തോ വരുന്നു എന്നുള്ള വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവർ ലൈസൻസിന് അപേക്ഷിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം യഥാർത്ഥത്തിൽ 5 പേർക്ക് ലൈസൻസ് കൊടുത്താൽ ഒരെണ്ണം കാർഷിക സർവകലാശാലയ്ക്കാണ്. കാർഷിക സർവകലാശാല ആ മദ്യം ഇറക്കി, അത് വിപണിയിൽ ഇറക്കി. പക്ഷേ അത് കേരളം മുഴുവൻ ഇറക്കിയിട്ടില്ല. പറയുന്നു വരുന്നത് ഇത്രയേ ഉള്ളൂ. അവനവന്റെ കാലത്ത് ഭരിക്കുന്ന കാലത്തുണ്ടായിരിക്കുന്ന കാര്യങ്ങൾ അവനവൻ ചെയ്യുമ്പോൾ, അതായത് ഈ ആദർശം എന്ന് പറയുന്നത് ഭരിക്കുന്ന കാലത്ത് വലിയൊരു ബാധ്യതയായിരിക്കും. ആദർശം, പ്രത്യയശാസ്ത്രം എന്നൊക്കെ ഭരിക്കുന്ന കാലത്ത് വലിയ ബാധ്യതയായിരിക്കും. പക്ഷെ പ്രതിപക്ഷമാകുമ്പോൾ ആ ഒരു ബാധ്യതയില്ല. നന്നായി ആദർശം വിളമ്പാം, നന്നായി പ്രത്യയശാസ്ത്രം പറയാം. അതിന്റെ അടിസ്ഥാനത്തിൽ അതങ്ങ് നന്നായി പറയും. അതിപ്പോൾ പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നു പറയാൻ കഴിയുന്നതാണ്. അടുത്തത് എനിക്ക് പറയാനുണ്ട്, ഖനനവുമായി ബന്ധപ്പെട്ടും നമ്മൾ ബജറ്റിൽ കണ്ടത് ഒരു ഖനനത്തിൽ എന്റെ പൂർത്തി 3 ദിവസമായില്ലേ നമ്മൾ ബോറടിക്കുന്നില്ലേ? ഡോക്ടർ കൂടി 3 ദിവസം ഒരേ കാര്യം. ഒറ്റ ചോദ്യം, ഈ ടാക്സ് നിശ്ചയിച്ചു കൊടുത്തതിൽ ഗുണഭോക്താവ് ആരാണെന്ന് പറഞ്ഞു തരുമോ? എന്താണ് ഈ ടാക്സ് പുനർനിശ്ചയിച്ചതിനകത്ത് അതിന്റെ ഗുണഭോക്താവ് ആരാണ്? ജസ്റ്റ് ആ ഗുണഭോക്താവ് ടാക്സ് കുറവ് ടാക്സ് ആണെങ്കിൽ വാങ്ങുന്ന ആൾക്ക് ടാക്സ് കുറവുണ്ടാവില്ല. വാങ്ങുന്ന ആൾക്ക് മദ്യത്തിന്റെ ടാക്സ് കുറച്ച് കൊടുത്താൽ അതിന്റെ ഗുണഭോക്താവ് അത് സർക്കാരിന് കുറഞ്ഞ നികുതികൾ. ഞാൻ പറഞ്ഞ ഇത് കൂടുതൽ വിൽക്കാൻ കഴിയുകയാണെങ്കിൽ അതിന്റെ ഫലമായി കിട്ടുന്ന കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കാം. ലോജിക് ഇതാണ്, വീര്യം കൂടിയതിന്റെയും ബിയറിന്റെയും നടുക്കുള്ള ആൽക്കഹോൾ കണ്ടന്റ്, ആ നടുക്കുള്ള നികുതി നിശ്ചയിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്റെ അടുത്ത പാട്ടിലേക്ക് വരട്ടെ. ഒരുപാട് പറയേണ്ടത് എനിക്കറിയാം. അങ്ങ് പറഞ്ഞോളൂ. എനിക്ക് ബോറടിക്കുന്നു മദ്യം പറഞ്ഞു. ഇനി അടുത്ത വിഷയത്തിലേക്ക് പറയാം. ഖനനവുമായി ബന്ധപ്പെട്ട് ഖനനം സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്നു എന്നൊരു വാദം ആ ബജറ്റ് പ്രപ്പോസലിൽ ഇല്ല. ബജറ്റിന്റെ നിർദ്ദേശങ്ങളിൽ ഖനനത്തിൽ സ്വകാര്യ നിക്ഷേപകരെ കൂടി ആകർഷിക്കുന്നു എന്നൊരു വാചകമുണ്ട്. അതിൽ ഒരു പഠനം നടത്തുമെന്ന് പറയുന്നുണ്ട്. ഇതേ വാചകങ്ങൾ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്തുള്ള ബജറ്റിലുമുണ്ട്, അതിലുമുണ്ട്. ഈ പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ നയത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് അങ്ങനെ ഒരു നിർദ്ദേശമുണ്ട്. അതിലും സ്വകാര്യ മേഖലയ്ക്കായി എത്ര തുക എന്നതടക്കം കൂടി ആ നിക്ഷേപവുമായി ബന്ധപ്പെട്ടുള്ള ഇത്ര നിക്ഷേപം എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇന്നിപ്പോൾ മലയാള മനോരമയിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത, ജയേന്ദ്രൻ ഇലങ്കത്തിന്റെ വാർത്ത, കരിമണലിൽ കള്ളക്കളി എന്നുള്ളതാണ്. മോണോസൈഡ് സംസ്കരണം സ്വകാര്യ കമ്പനിക്ക് LDF സർക്കാരിന് അനുമതി നൽകിയെന്നുള്ളതാണ്. അതും ഒരു ശരവേഗമൊക്കെ ഉണ്ട് കേട്ടോ. ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നടന്നിരിക്കുന്ന ഒരു ശരവേഗമാണ്. ആ ശരവേഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്താണ് ഈ സംഭവം എന്ന് പറയണമല്ലോ. ഇത് മോണോസൈഡ് സംസ്കരണത്തിന് LDF സർക്കാർ അനുമതി നൽകുമ്പോൾ നിലവിലത് പൊതുമേഖലയ്ക്ക് മാത്രമുള്ള അനുമതിയാണ്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണൽ കാക്കുന്ന ആ സമയത്താണ് ഈ മോണോസൈഡ് സംസ്കരണത്തിന് ഹൈദരാബാദ് ആസ്ഥാനമായ സ്വകാര്യ കമ്പനിക്ക്, ഏത് കമ്പനിക്ക്? സ്വകാര്യ കമ്പനിക്ക് പച്ചക്കൊടി നൽകിയിട്ടുണ്ട്. നോക്കൂ, ഈ കാലത്ത് ഒരു മിനിറ്റ്, എന്റെ കയ്യിൽ രേഖയുണ്ട്. 17/4/2026 ഓർഡറാണ്. ഞാൻ വായിച്ചോട്ടെ, ഞാൻ പൂർത്തിയായിക്കോട്ടെ പ്ലീസ്.
അപ്പോൾ ഇത് തെലങ്കാനയിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നേരിടുന്ന ഒരു കമ്പനിയാണ്. സർക്കാരിന്റെ റെയർ കോറിഡോർ പദ്ധതിയിലെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായത്. ഇത് ഖനനമല്ല കേട്ടോ, ഖനനം എന്നൊരു വാദം ഞാൻ പറയുന്നില്ല. ചവറയിലെ ഉൾപ്പെടെ സംസ്ഥാനത്ത് 5000 കോടിയെങ്കിലും വിലമതിക്കുന്ന 19 ലക്ഷം ഇവിടെ ഖനനം. ഒരു മിനിറ്റ് വായിക്കട്ടെ പ്ലീസ്. വാല്യൂ അഡിഷൻ തന്നെയാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത്. ഒരു സാധനം പൂർത്തിയാക്കാൻ സമ്മതിക്കുന്നത് ഇത് ശരിയല്ലല്ലോ. 19 ലക്ഷം ടൺ മോണോസൈറ്റ് ശേഖരമുണ്ട്. അപ്പോൾ മോണോസൈറ്റ് ശേഖരത്തിൽ നിന്നും നിയോഡൈമിയം കോറിയം, സ്കാൻഡിയം ഉൾപ്പെടെയുള്ള ധാതുകൾ വേർതിരിക്കാനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ച് പൈലറ്റ് പ്ലാന്റ് സ്ഥാപിക്കാനാണ് ഈ കമ്പനിയെ തെരഞ്ഞെടുത്തത്. അതായത് സംസ്ഥാന സർക്കാർ വ്യവസായ വകുപ്പ് അതിനുള്ള അനുമതി നൽകി. അതുമായി മുന്നോട്ട് പോകാൻ ആത്യന്തികമായി പറഞ്ഞല്ലോ എന്താ എവിടുന്നാണ് മെറ്റീരിയൽ വാങ്ങുന്നത്? KMMൽ നിന്നാണ്. അത് ഖനനത്തിനുള്ള അനുമതിയാണോ? എന്തൊരു ഞാൻ നിയമസഭയിൽ ബഡ്ജറ്റിലുള്ളത് ഫാക്ടറിയുടെ കാര്യമാണോ? ഖനനത്തിനുള്ള അനുമതിയാണ്. ജനങ്ങളെ മുഴുവൻ പൊട്ടന്മാരാക്കുന്ന മനോരമയുടെ വാർത്ത എന്താണ്? കേരളത്തിൽ ഫാക്ടറിന്റെ കാര്യമാണ്. കേരളത്തിലെ തീരങ്ങൾ സ്വകാര്യ കമ്പനികൾക്ക് വിൽക്കുന്ന ഞാൻ പറഞ്ഞത് എന്താണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ചെയ്തത് അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പറയുന്ന കാര്യത്തിൽ. നോക്കൂ, സ്വകാര്യ നിക്ഷേപം ക്ഷണിക്കുന്നവരുടെ ഖനനം നടത്തുന്നു എന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞല്ലോ വാല്യൂ ആഡ്. ഇന്നലെ മുഖ്യമന്ത്രി എന്താണ് സംഭവം? അതെന്താ സംഭവം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൂട്ടാലോ, ഇഷ്ടംപോലെ ഒരു ഖനനവും നടത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. സഭ പറഞ്ഞോ ഇല്ലേ? പക്ഷേ സ്മൃതി, എന്റെ ചോദ്യം ഇതാണ്. സ്മൃതി ഇപ്പൊ പറഞ്ഞ മനോരമയുടെ വാർത്തയ്ക്കകത്തൊരു കുഴപ്പമുണ്ട്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ KMMൽ നിന്ന് മോണോസൈറ്റ് പരിഷ്കരിച്ചെടുക്കേണ്ട, സംസ്കരിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വം ഒരു സ്വകാര്യ കമ്പനി ഏൽപ്പിക്കുന്നു എന്നാണല്ലോ. KMMലുമായിട്ട് കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമാണോ? KMMൽ നിന്ന് ഇൽമനേറ്റും റൂട്ടയിലും വാങ്ങുന്നത്, ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മണൽ വാങ്ങുന്നത് ആരാണ്? CMRL അല്ലേ? CMRL ഒരു സ്വകാര്യ കമ്പനി കൂടിയല്ലേ, ഒരു പബ്ലിക് ലിസ്റ്റഡ് കമ്പനി അല്ലേ? CMRLന് വാങ്ങാമെങ്കിൽ മറ്റൊരു കമ്പനിക്ക് വാങ്ങിക്കൂടെ? അപ്പൊ അതേ വാദങ്ങൾ നിങ്ങൾ ഇപ്പോഴും പറഞ്ഞാൽ മതി, അത്രേ പ്രശ്നമുള്ളൂ. എന്ത് പറഞ്ഞാൽ മതി? അതിനാദ്യ സ്മൃതി KMMൽ സംസ്കരിച്ചെടുക്കുന്ന ധാതുക്കൾ ഏതാണെന്ന് അറിയണം. ആ ധാതുക്കളെ വാല്യൂ അഡീഷൻ ചെയ്തെടുക്കുമ്പോൾ അതിൽ ഇൽമനേറ്റ്, റൂട്ടൈൽ, അതേപോലെ സിർക്കോൺ, സിലിമിനൈറ്റ്, സിന്തറ്റിക് റൂട്ടൈൽ, ഇങ്ങനെ നിരവധി പ്രോഡക്റ്റുകൾ കിട്ടും. ഇങ്ങനെ നിരവധി പ്രോഡക്റ്റുകൾ KMMൽ ആർക്കാ കൊടുക്കുന്നത്? സർക്കാരുകൾക്ക് മാത്രമാണോ കൊടുക്കുന്നത്? ചിലത് ആണവ മേഖലയ്ക്ക് കൊടുക്കും, ചിലർ ഈ സ്വകാര്യ ഏവിയേഷൻ കമ്പനികൾക്ക് അവരുടെ വിമാനത്തിന്റെ ബോഡി നിർമ്മിക്കാൻ കൊടുക്കും, ചിലത് സ്പോഞ്ച് നിർമ്മിക്കാനായിട്ട് കൊടുക്കും. അങ്ങനെ വ്യത്യസ്ത സ്വകാര്യ കമ്പനികളുമായിട്ട് കരാറിൽ ഏർപ്പെടുന്നത് KMMലിന്റെ ഉത്തരവാദിത്വമാണ്. സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനുള്ള പൈലറ്റ് പ്ലാന്റ് സ്ഥാപിക്കാൻ. എന്തിനാണ് പൈലറ്റ് പ്ലാന്റ്? മോണോസൈറ്റ് പരിഷ്കരിച്ചെടുക്കുന്നത്, സംസ്കരിച്ചെടുക്കുന്നതിന്. മനോരമയെ പിടിച്ചു കുടുങ്ങി. സർക്കാരിന്റെ കാലത്ത് ഒരു സ്വകാര്യ കമ്പനിക്കും ഖനനം. അത് ചോദ്യം ഇതാണ്. എന്റെ രണ്ട് ചോദ്യങ്ങൾ. താങ്കൾ വായിച്ച പത്രത്തിന്റെ ഈ പറയുന്ന വാർത്തയിൽ ഇടത് സർക്കാരിന്റെ കാലത്ത് ഏതെങ്കിലും കരിമണൽ ഖനനം സ്വകാര്യ കമ്പനിക്ക് കൊടുത്തു എന്നില്ലല്ലോ. ഒന്നാമത്തെ കാര്യം KMMലുമായി കരാറിൽ ഏർപ്പെടുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമാണോ? KMMൽ കൊടുത്തിരിക്കുന്ന ഈ അനുവാദം സ്വകാര്യ കുറച്ചുണ്ടായിരിക്കും. ഞാൻ ഖനനം എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. നിങ്ങളുടെ കാലത്ത് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ അതിൽ നിന്നും വിഭിന്നമായി കുറച്ചുകൂടി അതിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പറയുന്ന VD സർക്കാരിന്റെ ബജറ്റിലുള്ളത്.
അതിൽ പറയുന്ന വാല്യൂ അഡീഷൻ എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒറ്റ മിനിറ്റ്, ഇതിൽ ഖനനം ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞ ഈ സംസ്കരണത്തിന് ഈ സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കുന്നു. ഇതും ഈ പറഞ്ഞ ഇടത് സർക്കാരിന്റെ കാലത്ത് ചെയ്താണ്. ഇതേ കാര്യങ്ങളിലേക്ക് ഇവിടെ വരുമ്പോൾ ഉടനെ സ്വകാര്യം എന്ന് കേൾക്കുമ്പോഴേക്കും സ്വകാര്യവൽക്കരണം എന്ന് നിങ്ങൾ പറയുന്നു. സ്വകാര്യ നിക്ഷേപത്തെ നിങ്ങൾ സ്വകാര്യവൽക്കരണമാക്കുകയാണ്. സ്വകാര്യ നിക്ഷേപം എന്ന് പറയുന്നതിനെ സ്വകാര്യവൽക്കരണം എങ്ങനെയാക്കുക? കേരളത്തിൽ കരിമണൽ സ്വകാര്യ കമ്പനിക്ക് കൊടുക്കാൻ ചട്ടമിറക്കിയ ഒരേ ഒരു സർക്കാർ യുഡിഎഫിന്റെ സർക്കാരിന്റെ കാര്യങ്ങൾ തുടരേണ്ട കാര്യമില്ലല്ലോ ഈ സർക്കാരിന്. നിങ്ങളുടെ ഭയത്തിന് കാര്യം മണലൂറ്റി കൊണ്ടുവന്ന വാർത്തയെടുത്ത് സ്മൃതി സ്വയം കുടുങ്ങിയ പാടില്ലായിരുന്നു. ഈ ഓർഡറിലാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സ്മൃതിയല്ല, ആ സ്മൃതിയുടെ ആർഗ്യുമെന്റിനെ ഞാൻ പറയുന്നത്. സ്മൃതി ഇപ്പൊ പറഞ്ഞ ഈ പോയിന്റിൽ ഈ ഇടതു സർക്കാരിന്റെ കാലത്തെ കരിമണൽ ഖനന നയവുമായി ബന്ധപ്പെട്ട എന്ത് വ്യത്യാസമാണ് വ്യത്യാസം? ഈ മൈനിങ്ങുമായി ബന്ധപ്പെട്ട് ഇടതു സർക്കാരിന്റെ നയത്തിൽ നിന്ന് സ്മൃതി പറഞ്ഞ മനോരമയുടെ വാർത്ത എന്തു നയ വ്യത്യാസമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്? പറയൂ. ഇടതു സർക്കാരിന്റെ കരിമണൽ ഖനന നയവുമായി ബന്ധപ്പെട്ട നയത്തിൽ ഇടതു സർക്കാരിന്റെ കരിമണൽ ഖനന നയത്തിൽ നിന്നുള്ള എന്തു വ്യത്യാസമാണ് ഇന്ന് മനോരമ പത്രം റിപ്പോർട്ട് ചെയ്ത് സ്മൃതി ഇവിടെ അവതരിപ്പിച്ചത്? പറയൂ. മനോരമ പത്രം റിപ്പോർട്ട് ചെയ്ത അതിന്റെ അടിസ്ഥാനത്തിലുള്ള രേഖകൾ ഞാനിവിടെ ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഞാനിതിൽ വായിച്ചത്. നയവ്യത്യാസം നിങ്ങൾക്ക് ഹൈദരാബാദ് ആസ്ഥാനമായ ഒരു കമ്പനിക്ക് ഇവിടെ ഒരു പ്ലാന്റ് തുടങ്ങാൻ ഈ പറഞ്ഞ ഘടകങ്ങൾ വേർതിരിച്ചെടുക്കാനുള്ള ഒരു കമ്പനി പ്ലാന്റ് തുടങ്ങാൻ നിങ്ങൾക്ക് അനുമതി നൽകാം. അതിലൊരു പിഴവും കാണുന്നില്ല. ഒരു മിനിറ്റ്, അതിൽ നിങ്ങൾക്ക് ഒരു പിഴവും കാണുന്നില്ല എങ്കിൽ ഈ ബജറ്റിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ കാത്തിരിക്കേണ്ടതുണ്ട്. അതിന് മുന്നേ ഖനനം എന്ന് പറഞ്ഞ നേരത്തെ മദ്യവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞല്ലോ. ഇടത് സർക്കാരിന്റെ കാലത്തെ മദ്യനയവുമായി ബന്ധപ്പെട്ട് ആ ചോദ്യം ഇതായിരുന്നു. അതിനകത്ത് ഉദയഭാനു കമ്മീഷൻ എന്നൊരു വാക്കിന്റെ സ്മൃതി വിട്ടുകളഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ. ഉദയ കമ്മീഷൻ നേരത്തെ പറഞ്ഞു. അപ്പൊ ഉദയഭാനു കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമല്ലേ ഇടത് സർക്കാരിന്റെ കാലത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതി നൽകാമെന്ന്? അതിലെന്താ തെറ്റുണ്ടോ? ഞാൻ തെറ്റെന്ന് പറഞ്ഞോ? അപ്പൊ പിന്നെ എങ്ങനെയാണ്? എനിക്ക് അതിലൊരു തെറ്റും കണ്ടിട്ടില്ല. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ തന്നെ ഭേദഗതി കൊണ്ടുവരുന്നു, നിങ്ങൾ തന്നെ ചട്ടം മാറ്റുന്നു. നോക്കൂ, ആയിക്കോട്ടെ, അതിലെന്താ കുഴപ്പം? ആ നിർദ്ദേശം വന്നു. അതാണ് ഇതൊക്കെ ഞാൻ പലതവണ പറഞ്ഞാണ്. കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ അങ്ങ് കുറച്ച് ദിവസം ഇല്ലാത്തതുകൊണ്ടാണ് കമ്മീഷൻ പറഞ്ഞ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഭേദഗതി വന്നു. ആ ഭേദഗതി അടിസ്ഥാനത്തിൽ ഇവിടെ കാറ്റഗറി നിശ്ചയിക്കുന്നു. എന്നിട്ട് നികുതി അപ്പുറത്തെ സർക്കാർ നിശ്ചയിക്കുമ്പോഴേക്കും യു ഡി സർക്കാരിന്റെ കാലത്ത് കമ്മീഷൻ വേണ്ട, UDF വേണ്ട, പാർട്ടി നയം വേണ്ട, ഫിനാൻസ് ബില്ല് പാസ്സാക്കിയതിനു ശേഷം UDF തീരുമാനിച്ചാൽ ഈ ബക്കാടി ബ്രീസർ ഇവിടെ വിൽക്കൂലേ? ഫിനാൻസ് ബില്ല് വന്നോ? ബില്ലേക്ക് വെച്ചോ? ബഡ്ജറ്റ് വെക്കൂലേ? പിന്നെ വെക്കാതെയാണോ ബഡ്ജറ്റ് പറയുന്നത്? അതിന് മുന്നേ UDF ചേരുമെന്നുള്ള അങ്ങേക്കറിയോ? ചേരുവോ? അല്ല, എനിക്കറിയില്ല. ചേരുമായിരിക്കല്ലോ. ഞാൻ രണ്ടൊന്നും ചേരും. പുതിയ സാഹചര്യത്തിൽ ചേരും. അല്ല, എങ്ങനെയല്ല വരേണ്ട, എല്ലാം കഴിഞ്ഞ 10 വർഷത്തെ പോലെ വരേണ്ടത്. അതിനാണല്ലോ പുതിയ സർക്കാരെ തെരഞ്ഞെടുത്തത്. അതിനാണല്ലോ പുതിയ സർക്കാരെ തെരഞ്ഞെടുത്തത്. 30 ദിവസം ആകുമ്പോൾ ഇപ്പൊ മദ്യത്തിന്റെ അഴിമതി ആരോപണത്തിന് മുന്നിൽ നിൽക്കുക മുഖ്യമന്ത്രി. അഴിമതി ആരോപണം നിങ്ങൾ ഉന്നയിക്കുന്നല്ലേ? അഴിമതി ആരോപണം ഉന്നയിക്കുന്നു. അല്ല സ്മൃതി, എന്റെ ചോദ്യം ഇതാ. ഫിനാൻസ് ബില്ല് പാസ്സാക്കിയിട്ട് ഒരു UDF നയം കൊണ്ടുവന്നാൽ അത് കോടതി നിൽക്കുവോ? നാളെ ബക്കാടി ബ്രീസിൽ പോയി ഒരു നിമിഷം സാർ, ഈ ഫിനാൻസ് ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ, ഈ നികുതി ഘടന, ഈ ഫിനാൻസ് ബില്ല്, ഈ ബഡ്ജറ്റ് പാസ്സാക്കി കഴിഞ്ഞാൽ നാളെ കോടതിയിൽ പോയാൽ ബക്കാടി ബ്രീസ് എന്ന് കേരളത്തിൽ വിൽക്കാൻ പറ്റൂലേ? പറഞ്ഞു, ഞാൻ കേട്ടതാ. പറ്റുമോ ഇല്ലയോ? പറ്റും. നിയമപരമായി നിൽക്കും. അവിടെയാണ് ഈ ബുദ്ധി. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.